ഇതെന്താ ഓടുന്നതെന്നല്ലേ, ഇന്ന് എൻ്റെ ഫ്രണ്ട് ആമിനയുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ രാവിലെ ആയിരുന്നു, പക്ഷെ രാത്രിയായി. നമ്മൾ വിചാരിച്ച കണക്കൊന്നും നടക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ രാത്രി ആയാലും പോകാമെന്ന് വിചാരിച്ച് നേരെ ക്രാഫ്റ്റ് കടയിലോട്ട് വന്നപ്പോൾ ക്രാഫ്റ്റ് കട അടച്ചിട്ടിരിക്കുമായിരുന്നു. പിന്നെ ചെറിയൊരു വിഷമമായെങ്കിലും പോട്ടെ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ച് നേരെ നമ്മൾ മോഡേൺ കളക്ഷനിലോട്ട് വന്നു. ഇവിടെ വന്ന് കുറച്ച് നേരം ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റിയൊരു അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് നമ്മൾ എടുത്തത്. എന്നിട്ട് നേരെ ഞാൻ അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു പോപ്പറും കൂടി വാങ്ങിച്ചായിരുന്നു. വേറെ ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല, ഇതെങ്കിലും വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നേരെ പോകാൻ നേരത്താണ് നമ്മുടെ ഒരു കടയിൽ ക്രാഫ്റ്റ് കട ഓപ്പൺ ആയിട്ടിരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി, കാരണം ഞാൻ വിചാരിച്ച പോലെ എല്ലാം നടന്നല്ലോ. അങ്ങനെ നേരെ നമ്മൾ അതും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവളുടെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ രാത്രി ഒരു 10:30 ആയായിരുന്നു. അപ്പം ഗേറ്റും കാര്യങ്ങളൊക്കെ അടച്ചിട്ടിരുന്നായിരുന്നു. പക്ഷേ ആമയുടെ ഉമ്മ അവിടെ പുറത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ അകത്ത് കയറിയപ്പോൾ അവളിവിടെ കിടക്കുമായിരുന്നു. എന്നെ കുറേ തവണ വിളിച്ചായിരുന്നു, ഞാൻ വരത്തില്ലെന്നും പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവൾ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവൾ ഞെട്ടിപ്പോയി. ഇവളെക്കുറിച്ച് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഫ്രണ്ടിനെ പോലെ എന്ത് ഓപ്പണായിട്ട് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഒരു അനിയത്തിയുടെ സ്നേഹമാണ് എനിക്ക് അവളോടുള്ളത്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് നേരെ നമ്മൾ പുറത്തു പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് മുമ്പേ പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ രാത്രി ആയതുകൊണ്ട് അത് വേണ്ടാന്നൊന്നും വെച്ചില്ല. അങ്ങനെ നേരെ നമ്മൾ റെഡിയായിട്ട് ഹയാത്തിലോട്ട് വന്നു. അങ്ങനെ മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും മന്തി അവിടെ കഴിഞ്ഞായിരുന്നു. പിന്നെ അവർ തന്നെ പറഞ്ഞൊരു ഐറ്റമാണ് നമ്മൾ പ്രിഫർ ചെയ്തത്. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരാൾക്ക് ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ഫുഡ് ഓപ്പൺ ചെയ്തപ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സർവ് ചെയ്ത് നേരെ കഴിക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഇക്കുവാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇക്കുവിന് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് 3 പേർക്കും നല്ല രീതിയിൽ അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ അതും കഴിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് നമ്മളൊരു മുഹബത്ത് സർബത്തും കൂടെ പറഞ്ഞായിരുന്നു. അങ്ങനെ അതും വന്നു. നേരെ നമ്മൾ ഫുഡും കാര്യങ്ങളും എല്ലാം കൊണ്ട് നല്ലതായിരുന്നു. എന്നിട്ട് നേരെ നമ്മൾ അവളുടെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അവളുടെ ബ്രദർ കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ അതും മുറിച്ച് നേരെ നമ്മൾ അതും കഴിച്ചിട്ട് വീട്ടിലോട്ട് പോയി. ബായ്.